ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആട്ടോ. നമ്മുടെ ഫേസിലെയും അതുപോലെ ബോഡിയിലെയൊക്കെ കളർ നന്നായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ഫേസിൽ വന്ന പിമ്പിളിൻ്റെയൊക്കെ പാട് മാറാനും ഈവൻ നമ്മുടെ ഫേസിലെ പിമ്പിൾ വരെ മാറാൻ പറ്റുന്നൊരു ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ആട്ടോ ഇത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് അശോകപ്പൂവാണ്. അശോകത്തെറ്റിയില്ല, അതിൻ്റെ കുറച്ച് പൂവാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളാണെങ്കിലും കുഴപ്പമില്ല, രണ്ടിൽ ഏതെങ്കിലും ഒരു മഞ്ഞൾ മതി. പിന്നെ നമുക്ക് ഈ നമ്മുടെ അശോകത്തിൻ്റെ പൂ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ മതി. അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് രാമച്ചമാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നാൽപ്പാമരത്തിൻ്റെ കാതലാണ്. അതും കുറച്ച് മതി. എല്ലാം കുറച്ച് കുറച്ച് എമൗണ്ട് മതി. കാരണം നമ്മൾ 1/2 കിലോ ഓയിലിനുള്ളതാണ് ഇപ്പം തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് വേണ്ടത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം, അത് ലാസ്റ്റ് പറയാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓയിൽ തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ കൈ വിടാതെ ഫുൾ ടൈം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു പദം മൊത്തം പറ്റി കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ഓയിലിൻ്റെ പാകമാകുന്നത്. അപ്പോഴേക്കും പൂവൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ റോസ്മേരിയുടെ ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ദിവസം ഫുള്ള് ഇതിങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം വേണം ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓയിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3-4 ഡ്രോപ്സ് മാത്രം എടുത്താൽ മതി. ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് കൊടുത്ത് ഒരു 15 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക. ബോഡിയിലൊക്കെ ഒരു അരമണിക്കൂറോളം വെക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്